അപ്പം നല്ലൊരു ഓഫ് ഡേ ആയിട്ട് എന്താ പരിപാടി എന്നല്ലേ. 12 മണിക്ക് എണീറ്റ് പിന്നെ ഫുഡൊന്നും ഉണ്ടാക്കാൻ സമയമില്ല. കാര്യമായിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ റൂമിൽ തട്ടിക്കൊട്ടി ഉണ്ടാക്കാറാണ്. പക്ഷേ ഈ ചൂടത്ത് പുറത്ത് പോയി കഴിക്കാറുണ്ടെന്നുണ്ടെങ്കിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ രണ്ടാളും കൂടെ നേരെ ഡ്രസ്സൊക്കെ ചെയ്ത് വെച്ച് പിടിക്കുകയാണ്. ഫേവറേറ്റ് സ്പോട്ട് പോയിട്ട് കാര്യമായിട്ട് എന്തെങ്കിലും കഴിക്കുക എന്നുള്ളതിൽ. പിന്നെ ഞാൻ ഓൾറെഡി 2-3 പ്രാവശ്യം അവിടെ പോയി ഫുഡ് കഴിച്ചതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പുറത്തുനിന്ന് കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ എന്തെങ്കിലും മലയാളി റെസ്റ്റോറൻറ്റ് തന്നെ നോക്കി പോകുന്നതായിരിക്കും നല്ലത്. കാരണം നമുക്കിഷ്ടമുള്ള ഫുഡ് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ നമ്മൾ ഫേവറേറ്റ് സ്പോട്ടിൽ തന്നെ. അവിടെ 2-3 പ്രാവശ്യം ഞാൻ കഴിച്ചിട്ടുണ്ട്. അവിടെ നല്ല എന്താ പറയുക, നല്ല നമ്മളെ നാട്ടിലത്തെ നെയ്ച്ചോറുണ്ടല്ലോ കല്യാണത്തിലേന്ന് കിട്ടുന്ന അതുപോലത്തെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കഴിച്ചിട്ട്. അപ്പം പിന്നെ ഞാൻ തച്ചോടൊന്നും കഴിച്ചിട്ടില്ല. അപ്പോൾ തച്ചനോട് പറഞ്ഞു വാ നമുക്ക് പോകാം, അവിടെ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ഉണ്ടാവും, ഇവൻ ബിരിയാണി കഴിച്ചാലും മതി, ഞാൻ ഓക്കെയാണ് അപ്പം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൊണ്ടുവന്നത്. അപ്പം നമ്മളെ നെസ്റ്റോൻ്റെ നേരെ ഓപ്പോസിറ്റുള്ള നമ്മളെ സ്പോട്ടിൽ തന്നെ കയറി. അങ്ങനെ ഞാനവിടെ എത്തി. ഞാൻ ബിരിയാണി നെയ്ച്ചോറായിരുന്നു വിചാരിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ നമ്മളെത്തിയപ്പോഴത്തേനെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാൻ ബിരിയാണി ഓർഡർ ചെയ്ത് തച്ചു നേരെ ചട്ടിച്ചോറ് മതി എന്ന് പറഞ്ഞിട്ട് അതും ഓർഡർ ചെയ്തിട്ടുണ്ട്. അത് രണ്ടുമായിരുന്നു ആ സമയത്ത് അവൈലബിൾ ആയിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് ഫുഡിന് കാത്തുനിന്നു. ഫുഡ് കിട്ടി. എൻ്റെ ബിരിയാണി കിട്ടിയപ്പോൾ തച്ചു സ്മെല്ലൊക്കെ അടിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട് എനിക്കെന്നാ ബിരിയാണി പറഞ്ഞാൽ മതിയായിരുന്നു, വേണ്ട മോളെ ചട്ടിച്ചോറ് തന്നെ തിന്നാൽ മതി എന്ന് ഞാനും പറഞ്ഞ് അങ്ങനെ നേരെ ഫുഡ് കഴിക്കുകയാണ്. ഒന്നും പറയാനില്ല, സൂപ്പർ, നല്ല ടേസ്റ്റ്. നമുക്ക് എപ്പോഴെങ്കിലും എങ്ങനെ പുറത്തൊക്കെ പോയി കഴിക്കുകയെന്നുണ്ടെങ്കിൽ ഇതേമാതിരി 2-3 സ്പോട്ടുണ്ട്, അവിടെയൊക്കെ പോയിട്ട് കഴിക്കുന്നത് തന്നെയാണ് നല്ലത്. എന്ന് വെച്ചാൽ നമുക്ക് ആ ഒരു ഫുഡിൻ്റെ ഒരു എന്താ പറയുക, ഫുഡ് കഴിക്കുമ്പോൾ നമുക്കുണ്ടല്ലോ ഒരു നെസ്റ്റ് അടിക്കാൻ, നെസ്റ്റ് അല്ല നമ്മളൊരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ അതൊക്കെ ആയിട്ട്. അങ്ങനെ പിന്നെ തച്ചുവിന് ചട്ടിച്ചോറും വന്നപ്പോൾ നമ്മൾ ഷറയോളെന്താ ചെമ്മീൻ മീൽസൊക്കെ ചെമ്മീനും ഇതൊക്കെ ആയിട്ടുള്ള. പിന്നെ അവൾക്ക് സാമ്പാർ കുറച്ച് തരുമെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഇത്രയും ഇതൊക്കെ ഇട്ടിപ്പോൾ പിന്നെ ചെറിയൊരു പാത്രത്തിൽ സാമ്പാറും കൊടുത്തു. എന്നോട് പറഞ്ഞു പൊള്ളിയാണ് ഇത് കഴിച്ചോളി എന്നൊക്കെ പറഞ്ഞു. പക്ഷെ എനിക്ക് പുറത്തുനിന്ന് കഴിക്കാമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ എന്തെങ്കിലും എന്താ പറയുക ബിരിയാണി നെയ്ച്ചോറ് അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ തന്നെ ഞാൻ കഴിക്കില്ല. സാധാ ചോറ് ഞാൻ കഴിക്കാറില്ല. തച്ച എവിടെ പോയാലും സാമ്പാറും ചോറും അതാണ് അവളും കഴിക്കുക. പിന്നെ പായസം അതിങ്ങനെ മുന്നിൽ വെച്ചിട്ട് ചോറ് കഴിക്കാനും പറ്റുന്നില്ല. 2 പായസം അല്ല സ്പോട്ടിൽ തന്നെ ഒരു പായസം ഞാൻ കുടിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഒന്നും കൂടെ ചോദിച്ചു, ഒന്നും കൂടെ തിന്നതിന് ടോട്ടൽ 4 പായസം കാരണം ഞങ്ങൾ അവിടെ നിന്ന് കുടിച്ചിട്ടുണ്ട്. പിന്നെ ഞാനും ചട്ടിച്ചോറ് കഴിച്ചിട്ട് എൻ്റെ ഫുഡുകൾക്കും കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്ന് കഴിച്ച് സൂപ്പറായിരുന്നു, നല്ല രസമുണ്ടായിരുന്നു. പായസം തന്നെ 2-3-4 പ്രാവശ്യം 4 പായസം എങ്ങാനും കുടിച്ചു, സൂപ്പറായിരുന്നു. അപ്പം ഇതായിരുന്നു ഞങ്ങളൊരു ഫുഡ് കഴിക്കാൻ പോയി വന്നത്.